ഡേ അലാം വെച്ചിട്ട് കിടക്കണേ. അലാം വെച്ചിട്ട് കിടക്കായിരുന്ന ദിവസം ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നാലും നിങ്ങൾ എഴുന്നേക്കാത്ത കണ്ടീഷൻ ആവരുത്. വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ ബാക്കിയെല്ലാം റെഡിയായി. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ. 2 ഡ്രസ്സ് എടുത്ത് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇല്ലടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല തിരിച്ചു വരാൻ വേണമെങ്കിൽ എന്തെങ്കിലും മാറിയിടണം കിടാമല്ലോ. പിന്നെ കുറേ നാളുകൂടി എല്ലാവരും കാണാൻ പറ്റുന്നത്. അല്ല പ്രേമണ്ണന് നമ്മുടെ അടുത്ത് അത്രയും സ്നേഹമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു വിഷമമാവാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെ ശരി. അപ്പം അലാം വെച്ചോളേ. നിങ്ങൾ എഴുന്നേക്കുമ്പോൾ എന്നോടൊന്ന് വിളിച്ചേക്കണം. ഞാൻ എഴുന്നേക്കുമ്പോൾ ഞാൻ വിളിച്ചോളാം. ശരി, ഞാനിവിടെ അലാറൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ശരി. ഇതെന്ത്? ഇത് തേച്ചെടുക്കട്ടെ. എന്തിന്? ഫംഗ്ഷന് പോകുമ്പോൾ ഇതാണ് ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ റെഡ് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്. റെഡ് കൊള്ളാം. എന്ത് ഏട്ടാ, കഴിഞ്ഞ മാസത്തെ മറ്റേ ആ ഏട്ടന്റെ കൂടെ ജോലി ചെയ്യുന്ന അന്ന് ഏതാ ഇട്ടത്? റെഡ്. ഇതും റെഡ്. നാണം ഉണ്ടോ ഏട്ടന്? എന്തെങ്കിലും ഇട്ടോട്ടെ. കൂട്ടത്തിൽ ഇച്ചിരി വെറൈറ്റി ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇതും വെറൈറ്റി ഒന്നും അല്ല, മറ്റേതിൽ നിന്ന് കുറച്ചും കൂടെ ഭേദം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് എടുത്തത്. ചില ഷർട്ട് ഇടുമ്പോൾ നമുക്ക് ചില കോൺഫിഡൻസ് തോന്നില്ല. ഏട്ടൻ ആകെ ഈ 3 ഷർട്ട് ഇടുമ്പോഴേ ഉള്ളൂ കോൺഫിഡൻസ്. പുതിയ വാങ്ങിക്കണം, എന്നാലേ കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. ചില മനുഷ്യർ ഓരോ ഡ്രസ്സ് കണ്ടിട്ടാണ് ഈ മഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ട് പോയത് ഇന്ന ഫംഗ്ഷൻ ആയിരുന്നു, പച്ച ഷർട്ട് ഞാൻ 2 വർഷത്തിന് മുന്നേ തന്നെ ഏട്ടന് പിന്നെ അങ്ങനത്തെ ആവശ്യമില്ല. കാരണം ഏട്ടനിപ്പോൾ ഒരു 5-6 വർഷമായിട്ട് എല്ലാ ഫംഗ്ഷന് പോകുമ്പോഴും ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ്, ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, നീ മാറി ഇടുന്നുണ്ടല്ലോ. അപ്പൊ നിന്റെ ഫോട്ടോ ആണെന്ന് എനിക്കറിയാം. ഇത് ഇന്നടുത്ത് പോയപ്പോ എടുത്ത ഫോട്ടോ, ഇന്ന കല്യാണത്തിന് പോയപ്പോ, ഇന്ന പാലച്ചിന് പോയി, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാത്തിനും ഇങ്ങനത്തെ നാക്കുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. ഇങ്ങനെ ആഡംബരത്തോടെ ജീവിക്കാൻ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ തുച്ഛമായ ശമ്പളം കൊടുത്തൊരു പോലീസുകാരനാണ്. അപ്പൊ എന്താണ്, 2 അറ്റം കൂട്ടിമുട്ടി. അത്രക്ക് അങ്ങോട്ട് കൂട്ടിമുട്ടണ്ട. ബാക്കി ഞാൻ സഹിച്ചോളാം. ഞാനും എൻ്റെ പിള്ളേർ സഹിച്ചോളാം. എല്ലാ കടകളിൽ പോകുമ്പോൾ ഞാനും പിള്ളേരും എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഏട്ടനോട് പറയും എടുക്ക. അപ്പോഴൊന്നും ഏട്ടനെ എടുക്കത്തില്ല. ഒടുക്കത്തെ പിശുക്കത്തരം കാണിക്കും. അതേ പിന്നെ ഇതിട്ടുണ്ട് പോകും, അത്രേ ഉള്ളൂ. ഇത് ഞാൻ തേച്ച് വയ്ക്കാം. റെഡും മറ്റേ ബ്ലൂ ഇട്ടോണ്ട് എനിക്ക് ഏട്ടനോട് വരാൻ നാണക്കേട്, അതുകൊണ്ടാ. ഇതെടുക്കട്ടെ. നമുക്ക് അലാറം സെറ്റ് ചെയ്ത് വെക്കണേ കേട്ടാ. നമ്മൾ അങ്ങോട്ടാണോ പോണേ? അവരുടെ അടുത്തോട്ടാണ്. അവരുടെ പോണേ. നമ്മൾ ഇവിടുന്ന് സ്കൂട്ടറിൽ നേരെ നമുക്ക് കൊണ്ട് പോവാം. ഈ തക്കടൂരിനാർ എന്തായി? വരുന്നെന്നാ പറഞ്ഞത്. ഇതെന്തൊരു കഷ്ടമല്ലേ ഇവര് വരാത്തത്? പിന്നെ അതുപോലെ അവർക്ക് എന്തോ കൊടുക്കണം. തന്നെ നമുക്ക് വല്ല പൈസ കൊടുക്കുന്നില്ലല്ലേ? ഗിഫ്റ്റ് വല്ലതും കൊടുത്താ പോരെ? ആളുകൾ എല്ലാ വീട്ടിലും ഒരു 30 ക്ലോക്ക് കാണും. വാങ്ങിച്ചു കൊടുക്കണോന്ന് ആര് പറഞ്ഞു? ക്ലോക്ക് ഞാൻ പറഞ്ഞു. പൈസ കൊടുത്ത് ഉപയോഗിച്ച് ആവശ്യ കാര്യങ്ങൾ നടക്കൂലേ? അവരൊക്കെ പൈസ കൊടുക്കുന്നു. എല്ലാരും പൈസ തന്നെ കൊടുക്കാം. പിന്നെ പൈസ കൊടുക്കും. തേച്ച് വെച്ചോ. ഞാൻ ചുരിദാറിന്റെ ഏട്ടാ. സാരി മതി. സാരിയൊക്കെ സാരി മതി. സാരിയിലാവും നീ സുന്ദരി. റൊണാൾഡോ വന്നിട്ട് വേണം കിടക്കാൻ. അവള് കിടന്ന. നിങ്ങൾ കഴിച്ചാ? അമ്മ നാളെ പാലിയാച്ചിന് ഇട്ടോണ്ട് പോയത് മതി, അയൺ ചെയ്യും. 1 മിനിറ്റ് ക്ലീറ്റോ. എന്നാ? നാളെ പാലിയാച്ചിന് ഇട്ടോണ്ട് പോയത് മതി, അയൺ ചെയ്ത് വെച്ച്. എന്റെ കുഞ്ഞത് നാളെ കാലത്തല്ലേ, അതിന് ഇപ്പഴേ നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനി വിളിച്ചെഴുന്നേക്കൂല. നീ സമയത്ത് തേക്കണ്ടേ? അമ്മ തേച്ച് വെക്ക്. നിനക്ക് എന്തായിരിക്കും ഇതന്നെ? ഞാൻ ഏതെങ്കിലും ഷർട്ട് എടുത്ത് തന്നോളാം. ഇത് തന്നെ ഇടണമെന്ന് എന്താ നിർബന്ധം? ഇത് നല്ല ഷർട്ടാ, വേറെ ഒന്നും നിനക്ക് നല്ലതില്ലേ? ഇല്ല. നീ വെറുതെ കിടക്കാൻ നേരത്തെ കരഞ്ഞിട്ട് പോയി കിടക്കാതെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ തേച്ച് വെച്ചോളാം. ഞാൻ തേച്ച് വെക്കാടാ. നീ അയ്യോ വന്നാ നീ? നിനക്ക് ഇച്ചിരി നേരത്തെ വരാൻ പാടില്ല. നേരത്തെ വരാന്ന് വെച്ചാൽ നാളെ കൊടുക്കാന്ന് വിചാരിച്ചേ. അപ്പൊ അയാൾ അവിടെ കൂടെ വന്നിരുന്നു. അപ്പൊ വിചാരിച്ച രാത്രി കൈയോടെ പണിഞ്ഞ് തീർത്ത് കൊടുത്താൽ പൈസ കിട്ടുമെന്ന്. അപ്പൊ 100 രൂപ എടുത്ത് തന്നിട്ട് പറയാ ബാക്കി നാളെ തരാം. അമ്മ ഇപ്പൊ വരാം. പോ കഴിക്കാൻ എടുക്കട്ടെ. കുളിക്കണ നീ ഇപ്പോ? ഇല്ല, ഞാൻ തട്ടുദോശ കഴിച്ചു. കഴിച്ചാ? മുത്തോടെ അവള് കിടന്നു. മുത്തിൻ്റെ അടുത്ത് പറഞ്ഞാല് ഒരു സൂത്രം എൻ്റെ അടുത്ത് മേടിക്കാൻ പറഞ്ഞായിരുന്നു. പൈസ കിട്ടിയില്ല. ആ പൈസ കൊടുത്താൽ ഞാൻ കിട്ടിയ 100 രൂപയ്ക്ക് കാപ്പി കുടിച്ചു. എന്നത്? ഒരു സാധനം ഉണ്ട്, രഹസ്യം. അപ്പൊ നാളെ പൈസ കിട്ടുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞു. എന്നാന്ന് പറയടാ അവള് പറഞ്ഞു? അതില്ല, സൂത്രം ഞങ്ങളെ സീക്രട്ട് സാധനം. പിന്നെ നാളെ ഒരു ഉച്ച 12 മണി വരെ യാതൊരുവിധ വിളികളോ ശല്യമോ ഉണ്ടാകരുത്.
അമ്മാതിരി ഉറക്കം തലവേദനയാണ്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കണ പോലെ എന്ത് കഴിക്കാൻ തോന്നുന്നു? കഴിക്കാൻ കഞ്ഞിയും പേരും. ഞാൻ അടുക്കള ലൈറ്റൊക്കെ എടുത്തു വേണേ. വേണ്ടല്ലോ. വേണ്ട. KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഈ നാടിന്റെ ധൈര്യം. കഴിഞ്ഞ മോനെ കഴിഞ്ഞാടി. ഇതെന്താ മുഖം കയറ്റി പിടിച്ചേ? എൻ്റെ മുഖം ഇങ്ങനെയുള്ളൂ, നോക്കണ്ട. ഡി എന്താന്ന്? എന്താ മുഖം കയറ്റി പിടിച്ചേക്കണേ? എന്താന്ന് നിന്റെ മുഖത്തിന്റെ പറ്റി? ഇതിങ്ങനെ ഇരിക്കുള്ളൂ. എന്താ കാര്യം? എന്താ? ഒരു കാര്യമില്ല. നേരം വെളുക്കെ വെറുതെ വഴക്കിന് വരരുത് എന്നോട്. എന്താന്ന് പറ. അമ്മയ്ക്ക് എന്തായിരുന്നു പാലിയാച്ചിന് പോയാ? ഞാൻ പോണില്ലാന്ന് പറഞ്ഞല്ലോ, നിന്നോട് പോക്കോളാൻ പറഞ്ഞല്ലേ. പിന്നെ അമ്മ ഇല്ലാതല്ലേ ഞാൻ പോടാ. എന്താ ഞാൻ ഇല്ലാതെ പോയാ? അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്ഥലത്തൊക്കെ ചെണ്ടപ്പുറത്ത് കോലിനടുത്തൊക്കെ പോവാറുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പോയ എന്താണ്? മാമിനും ഒക്കെ പോയല്ലോ. അവര് പോയി. ആ കൂടെ നിനക്കും പോകായിരുന്നില്ലേ? അങ്ങനെ പോവാൻ പറ്റും എനിക്ക്? എന്താ? ഞാൻ ചെയ്തോളാം. എന്റെ മുത്തേ നിസാര, നിനക്കിപ്പൊ ഇതിന് പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ എന്താ കാര്യം? ആ ഹോസ്റ്റലില് ആ 4 ചുമരിന്റെ ഇടയിലാണ് ഒരു വർഷം ജീവിച്ചത്. അപ്പൊ ഇതിൽ 10 ആളെ കാണാൻ എനിക്ക് ആഗ്രഹം കാണൂലേ? ഇതുപോലുള്ള ഫംഗ്ഷൻസിനൊക്കെ പോകണ്ടേ? 10 ആളെ കാണാനുള്ള പൂതിയാണെങ്കിൽ റോഡിലോട്ട് ഇറങ്ങി നോക്ക്. കുറച്ചേരം നോക്കിയിട്ട് വാ. ആ മൊത്തത്തില് ബന്ധുക്കളായിട്ട് എപ്പോഴും സഹകരിക്കണം. എപ്പോഴും നമുക്കൊരാവശ്യം വരുമ്പോ ആരെങ്കിലൊക്കെ കാണും. ഓ, ഇത് എവിടെ നിന്ന് വന്ന് ഈ അമ്മാമ്മത്തള്ള? ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ എന്താന്നറിയോ, ഞാൻ പോവാതെ നീ പോയാലുള്ള കുഴപ്പം. നീ പോണില്ലാന്ന് പറഞ്ഞപ്പോ അമ്മ നിർബന്ധിക്കാതിരുന്ന എന്താണെന്നറിയാമോ? അതെന്താണെന്നറിയോ? ഇല്ല. അപ്പം നീ ഒരുങ്ങിയൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ പറയും, അയ്യോ ഇത് ഏതാ ഈ പെൺകൊച്ച്, ഇതേതാ ഈ കൊച്ച്, നല്ല സുന്ദരിയാണല്ലോ എന്ന് പറയും. അപ്പൊ പറയും, അതാ തങ്കത്തിന്റെ മോളല്ലേ? ആണോ? ഇതെവിടെയായിരുന്നു? അതിങ്ങനെ മറ്റേ ഇതിന് പഠിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു, ഇപ്പം വന്നുള്ളൂ. ഭയങ്കര മിടിക്കുക, ഭയങ്കര സുന്ദരി, നല്ലോണം പഠിക്കും എന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കും. അപ്പം തങ്കം വന്നില്ല. ആ തങ്കം തേണ്ട നിൽക്കുന്ന, അയ്യോ തങ്കത്തിൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ, തങ്കം കൈ വീശിയാണോ വന്നേക്കണേന്ന് ഓർക്കും. അതുകൊണ്ടാണ് ഡാഡി പൈസ അയച്ചാൽ അത് അമ്മ എങ്ങനെ മേടിക്കും? അപ്പൊ ഞാനും ഇപ്പൊ പോയാ ഞാനൊരു മുതിർന്ന ആളല്ലേ, അപ്പൊ അവരും ചോദിക്കൂല എന്റെ അടുത്ത് എവിടെ ഗിഫ്റ്റ് ഒന്ന്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോകണ്ട. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വീട്ടിലിരുന്ന് നമുക്കിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാം. വേണ്ട, പോവാം. അല്ലെങ്കിലും പോവും. എന്ത് ആടി, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയായിട്ട് ഒരുങ്ങി പോകണു. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? നീ ഇന്നാള് പറഞ്ഞില്ലേ ഷാർജ ഷേക്ക് ഉണ്ടാക്കാന്ന്, അതുണ്ടാക്കിയാലോ? പാലുണ്ടോ? പാല് ഇച്ചിരി ഇരിപ്പുണ്ട്. ഇച്ചിരി പോരെ? ആ ഇച്ചിരി മതി, എന്നാ അതുണ്ടാക്കാം. എനിക്ക് ശരിക്കും അറിയാനൊന്നും പാടില്ല, പറഞ്ഞു തരുമോ? അറിഞ്ഞൂടെ ഷാർജ ഉണ്ടാക്കാൻ? ഞാൻ ഇതുണ്ടാക്കി കൊണ്ടു നടക്കും. ഞാൻ പറഞ്ഞു തരാമല്ലോ. എല്ലാ സാധനവും ഉണ്ടോ? എന്തൊക്കെയാ വേണ്ടത്? ഈ പാലല്ലേ? ഇതല്ലേ പാല്? ഉഫ്, അതല്ല, അത് കൊറേ ദിവസമായ പാലാ. വേറൊരു പാത്രത്തിൽ ഇച്ചിരി ഇരിപ്പില്ലേ നോക്കിയേ. പാലാണോ? കുറച്ചുള്ളൂ. പിന്നെ ഇനി ഇത് വേണമില്ലേ? ബൂസ്റ്റ് എവിടെ? ബൂസ്റ്റ് ഇവിടെ ഇരിക്കുന്നത്. അത് ഇച്ചിരി കൂടെ ഉള്ളു, എടുത്ത് തീർക്കരുത്, ഇത്തിരി ഇട്ടാൽ മതിയല്ല. ഇത് മേടിക്കണം, ഇത് തിന്നാനല്ലേ. മേടിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാതിരുന്നിട്ട് എന്ത് ചെയ്യാനാ? പഴം വേണം. പഴമുണ്ട്, അതുപോലെ തന്നെ. അവിടെ ഇല്ലേ നോക്കിയ മോനെ? എത്ര എണ്ണം വേണം? 2 എണ്ണം പോരെ? എനിക്കറിയില്ല. ഇരട്ട ഇരട്ട തിന്നാ ഇരട്ട പിള്ളേരുണ്ടാവുന്ന പറഞ്ഞ എടുത്ത് വെച്ചാ ഭയങ്കര പാടാ. ഇരട്ട പിള്ളേരുണ്ടാവും. എനിക്ക് ഇരട്ട പിള്ളേരൊന്നും ഉണ്ടാവൂല. ഞാൻ കല്യാണം കഴിച്ചിട്ട്. നിനക്ക് കപ്പലണ്ടി ഒക്കെ വേണോ? പിന്നെ എന്നാലും ഒരു ടേസ്റ്റ് ഉള്ളൂ. എന്നിട്ട് നീ എന്താ ചെയ്യേണ്ടത്? അടിക്കണം. എന്തടിക്കാൻ? ഇതിന് മിക്സി ഇടണം. മിക്സി അല്ല കേട്ടോ, മിക്സി. മിക്സിയിലിടണം. എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ടിട്ട് അടിക്കുക. ഇതിങ്ങനെ തന്നെ ഇടാൻ പറ്റുമോ? എന്റെ അടുത്ത് അപ്പൊ ചോദിക്കണേ? എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കും. ദൈവം, എന്റെ മിക്സി പോയിട്ടാണ് എന്നെ കൊല്ലും ഞാൻ. എന്നിട്ട് ഞാൻ എന്റെ കൈ ഒന്ന് കഴിയട്ടെ.
നിന്ന്. മുൻകൂട്ടി അനുവാദം ഞാൻ ചോദിച്ചു ഇവിടെ വന്ന് കിടന്ന് എന്നെ ശല്യം ചെയ്യല്ലേന്ന് പറഞ്ഞാൽ ഒരു മനസ്സാക്ഷി ഇല്ലത്. ജാമ്പാവന്റെ കാലത്ത് പുല്ലെടുത്ത് കളയാൻ പറഞ്ഞാൽ എനിക്ക് നേരം വിളിച്ചു. നടി പക്ഷെ നല്ല ടേസ്റ്റ് ഇത് വേണ്ട. എന്തുവാ ചാർജ എടുത്തോണ്ട് പോ. ഞാൻ നല്ല ഉറക്കമായിരുന്നു. നിങ്ങളുടെ മിക്സിയുടെ സൗണ്ട് കേട്ട് കിടന്നത്. രാവിലെ ഒരു ഗ്ലാസ് ഷാർജ കുടിച്ച് വീണ്ടും കിടക്കാം. ചെല്ലു. കൊച്ചേടാ വൈകുന്നേരം ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ ഇത് കുടിച്ചോ. അതെന്താന്നോ, ഈ പെണ്ണ് രാവിലെ മുതൽ കഥ വഴക്കാതെ. വേണ്ട. അല്ല എനിക്കിപ്പോ ചുമ്മാരി ഇപ്പൊ തരാൻ ഷാർജ ഉണ്ട്, അതറിഞ്ഞാൽ മതി. അതൊരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഗ്ലാസ്. ഇച്ചിരി ഉള്ളതെന്നല്ല, നിങ്ങൾക്ക് എനിക്കൊരു ശകലം ചാർജ് തരാനില്ല. എടാ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ബാക്കി കഴിക്കാനുള്ള ഒരാളാണോ? അപ്പൊ എനിക്ക് എന്റെ ഈ വീട്ടിൽ എനിക്ക് എന്ത് സ്ഥാനമുള്ള പറ. എടാ നിനക്ക് ഉണ്ടാക്കി തരാന്ന്. അത് ഞാൻ കുടിക്കാൻ ഞാൻ നല്ല ഉറക്കം. ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോ ഞാൻ എന്താ പറഞ്ഞ, ഞാൻ എഴുന്നേക്കാൻ ലേറ്റാവും, എന്നെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞു. നല്ല ഉറക്കം. അതുകൊണ്ടാ വിളിക്കാതിരുന്നേ. നിങ്ങളെ ജാമാന്റെ മിക്സി ഇട്ട് കറേന്നുണ്ടാക്കിയിട്ട് എന്നെ ഉണർത്തി ഒന്നുകിൽ നിങ്ങൾ അത് രഹസ്യമായിട്ട് അകത്ത് നിന്ന് കുടിക്കണമായിരുന്നു. എന്നെ കാണെ കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊതിപ്പിച്ച് കുടിക്കാൻ ഇവിടെ കുടിച്ചോ നീ. ഈ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് 16 പേർക്ക് വിളമ്പാനുണ്ട്. അവള് എന്റെ എടാ അതിനകത്തൊരു ഇച്ചിരി കോളം എനിക്ക് തന്നേ ഉള്ളൂ. ഇത്ര ഉണ്ടായിരുന്നു. ഇവിടെ വരെ ഈർപ്പം പറ്റിട്ടുണ്ട്. അതിങ്ങനെ നിങ്ങളുടെ തക്കുടുമോൻ ഉണ്ടായിരുന്നു നിങ്ങൾ കൊടുക്കുമായിരുന്നോ? എടാ 5 വയസ്സ് 50 വയസ്സ് തമ്മിൽ വ്യത്യാസം ഇല്ലേ? അപ്പൊ വ്യത്യാസം അതെനിക്കറിഞ്ഞാ മതി. വ്യത്യാസമുണ്ട്. ഞാനാണ് ഇവിടെ വന്ന് അട്ടിപ്പേര് കിടക്കുന്നവനാണല്ലോ. പാലുണ്ടായിരുന്നില്ല. പാലൊരു 1/2 കവർ പാലേ ഉണ്ടായിരുന്നുള്ളൂ. പാലുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അതിനകത്തൊന്ന് ഒരു തുള്ളി ഇതാടാ അതാണ്ട് ആ അച്ചാറ് തരുന്നുള്ള ഒരു തുള്ളി ഇടാ ഇത് ഉള്ളെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് ഇതിനിങ്ങനെ കൊതിക്കണക്ക് പറയണത്. കൊതിക്കണക്കല്ല, അത് നിങ്ങളെ കാണിച്ച് ശരിയല്ല. കൊതിക്കണക്ക് ഞാനോ? മക്കളൊരു കാര്യം കേൾക്കണം. ഒരു ദിവസം ഞാൻ പണി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ബീഫിന്റെ മണം തിരിച്ചറിഞ്ഞിട്ട് ഇവരിവിടെ കിടന്ന് എന്തോ ഉറന്തലായിരുന്നു അറിയോ? ഞാൻ പിന്നെ രാത്രി പോയി പെരട്ടുകടയിൽ ഞാൻ മേടിച്ചോണ്ട് കൊടുത്തവർക്ക് ഇല്ലെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു അമ്മ ചെയ്തു, പക്ഷെ മോള് ചെയ്ത് ഞാൻ കരുതിയില്ല. എനിക്ക് വേണ്ട. ഇങ്ങനെ ചെയ്തായിരുന്നു. ഒരു ശങ്കലം നിങ്ങൾക്ക് എനിക്കെടുത്ത് മാറ്റി വെച്ചേടാ. നിന്നെ മൂടായിരുന്ന അത് ചെയ്തില്ല നിങ്ങള് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ഉണ്ടായിരുന്നുണ്ടല്ലോ എന്നെ വിളിച്ചിരുത്താതെ അടിക്കത്ത് പോലും ഇല്ലായിരുന്നു. ഞാനതാണല്ലോ എന്റെ ലില്ലിപ്പട്ട ഉണ്ടായിരുന്നാലും ചെയ്യത്തില്ലായിരുന്നു. ഇതെന്തേ എടാ ബിരിയാണി ഒന്നും അല്ല, ഒരു ഇച്ചിരി പഴം. ഞാനൊരു കൊതിയനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആണോ? ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി തരാം. വേണ്ട, എനിക്ക് വൈകിട്ട് വേണ്ട. എനിക്ക് ആവറുണ്ടല്ലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഷാർജ കുടിച്ചില്ല. നിങ്ങൾ എന്നെ മതിയായോ നിനക്ക്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിച്ചാ ഓർക്കണം. നമുക്ക് കുറച്ചെടുത്ത് മാറ്റിക്കൂടായിരുന്നോ? അതൊക്കെ ഞാൻ നിന്റെ ഉടുക്കത്തെ കൊതി തീരണ്ടേ? എടാ റൊണാൾഡേ ഇങ്ങ് വരാൻ. എന്നാലും എന്തൊരു കഷ്ടമായി പോയി. സുൽച്ചേച്ചിയെ. ഓ അതെ, നമ്മുടെ അതിരേല് നിന്നില്ല. അവിടെ ഒരു വാഴ കൊല, ഇങ്ങനെ ചെറിയ കൊലയായിരുന്നു. അത് കാണുന്നില്ലേ ചേച്ചി? കണ്ടാ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല തങ്കം. എന്നാലും ഇത് ആരും ഇതെടുത്തോണ്ട് പോണത്? കറിക്കൊന്നുമില്ല. എന്നാ അത് വെച്ചൊരു തോരൻ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാ. ക്ലീറ്റോ ചേട്ടനെങ്ങാനും എടുത്തോണ്ട് വന്നാ? ഡാഡി എന്തിനാ എടുക്കണം? ക്ലീറ്റോ എടുത്താ ഞാൻ അറിയൂലേ? ക്ലീറ്റോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ടും ആരും ഇറങ്ങി മിനിഞ്ഞാന്ന് വന്ന് നോക്കിയപ്പോ അവിടെ നിപ്പുണ്ടായല്ലോ. ഞാൻ കുറേ ദിവസമായി അങ്ങോട്ടൊക്കെ പോയിട്ട്. എടുത്തോണ്ട് പോയവന്റെ ഒരു കൊല, ചെറിയൊരു കൊല പോലും ഇട്ടേക്കൂലെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി വലിയ പാടാണ്. എന്നാലും അതുവഴി എല്ലി പോണെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടി എങ്ങാനും ഇറങ്ങി പോയിട്ടുണ്ടായില്ല. അത് ശരിയാ. ഓ കഷ്ടമായിപ്പോയി. അത് നോക്കി ഇറങ്ങിയതാ? ആന്നേ. കുതുകയും കൊണ്ട് ഞാനാ എനിക്ക് കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു.
അത് തോരനും വെച്ച് മീനും കിട്ടി. ഫേമിന് ഞാനെന്ത് ചെയ്യും? വേണോ മീൻകറി വേണോ? വേണ്ട, നമുക്കിന്ന് കഞ്ഞിയാക്കാം വാ. കഞ്ഞി ഉപ്പു. അന്നിന് വല്ല കഞ്ഞിയും പയറും വെക്കാം. കറി തരാം. വേണ്ട വേണ്ട, അല്ല കഞ്ഞി ഇഷ്ടമാ. ഇവക്ക് ഇഷ്ട കഞ്ഞി, എനിക്ക് ഇഷ്ടമല്ല. ആ അപ്പം തങ്കത്തിന് തരാം. വേണ്ട. ചേട്ടാ ഇരുന്നാ കട്ടയിട്ട് തരാം. വേണ്ട. അങ്കിളില്ലേ തമ്പി അങ്കിൾ? ഇല്ല മക്കളെ, നാടകത്തിന് വൈകണം. തമ്മിയുടെ നാടകമൊന്നും ഇപ്പൊ കാണാനില്ല. എനിക്ക് കുറച്ചല്ലേ ഉള്ളായിരുന്നു. അടുത്തെങ്ങാനും വരുമ്പോ പറയണോട്ടാ. ചേട്ടാ അവൻ വരാറില്ലേ? അവ ഇപ്പൊ കൊറേ ആയി വന്നിട്ട്. അത് പറഞ്ഞപ്പോഴാ ഇന്നാളൊരു ഫോട്ടോ ആണ് ഞാൻ ചോദിക്കണോന്ന് ചേച്ചി. ഇത് എവിടെ പോയത്? നല്ല ഫോട്ടോ. ഈ സ്റ്റോറി ഉണ്ടോ? ആ അവര് പിള്ളേരെല്ലാരും കൂടെ ടൂർ പോയത്. ആ ഹിമാചൽ എന്തോ പോയല്ലേ? കണ്ടോ നല്ല ഫോട്ടോ അല്ലേ? ഇങ്ങനെ എപ്പോഴും യാത്ര പോവല്ലേ ഇവൻ? ഓ ജോലി കൊറേ ദിവസം ജോലി ചെയ്യുമ്പോ ശമ്പളം കിട്ടുമല്ലോ, അപ്പൊ അവര് പിള്ളേരുമായിട്ട് കറങ്ങും. കല്യാണമൊക്കെ കഴിയുന്നതോടെ ഇതെല്ലാം തീരുമല്ലോ. അടിച്ചു പൊളിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച വരുമോ? ചിലപ്പോ വരുമായിരിക്കും. നടക്ക്, എന്ത് നീ മക്കളെ നോക്കിക്കൊണ്ട് നിന്നെ തിരക്കായിരുന്നവൻ. ഓ ഞാനും തിരക്കിന്ന് പറഞ്ഞേരാ. ഓ നമുക്ക് നാളെ ഇതങ്ങ് പറിച്ചാലോ? ആ ഇതുണ്ടോ തോട്ടി? തോട്ടിയുണ്ട്, തോട്ടി ഒരെണ്ണം കെട്ടായിരുന്നു. തണുത്ത തണുത്ത ഷാർജകൾ മുത്തി മുത്തി കുടിക്കുവാൻ. ഓ എന്നാടാ അത്? ഏ? എന്നാ ഇതെന്ന്? പഴങ്കഞ്ഞി കഞ്ഞോളത്തിൽ ഇന്നലത്തെ മോര് കറി ഒഴിച്ചത് കണ്ടിട്ട് മനസ്സിലായില്ല? ഇല്ല ഈ കളർ കണ്ടിട്ട് മനസ്സിലായില്ല? ഇല്ല. ഒന്ന് ഇച്ചിരി രാവിലത്തായിട്ടൊന്നും ചിന്തിച്ചു നോക്കുമല്ലോ. ഷാർജ ഒരു ശകരം പോലും എനിക്ക് തരാതെ അമ്മ നമ്മളോട് അകത്തുനിന്ന് വയററമ്പ അടിച്ചില്ലേ? ഷാർജ. എന്ത് പറയണെന്ന് എടാ നിനക്ക് വൈകുന്നേരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ പഴം മേടിച്ചിട്ട്? വേണ്ട, ഇതൊക്കെ എനിക്കുണ്ടാക്കാൻ അറിയാമല്ലോ. നിങ്ങൾ അവിടെ ഉണ്ടാക്കിയാലേ ഉള്ള ഷാർജ അല്ല, ഒന്നാം തരം ഫസ്റ്റ് ക്വാളിറ്റി അണ്ടിപ്പരിപ്പും നേന്ത്രപ്പഴം ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇത് കുടിച്ചു നോക്കണമെന്ന്. ഇതിപ്പോ ഒറ്റയ്ക്ക് കുടിക്കുമല്ലേ? നോക്കട്ടെ, എന്നോട് taste ചെയ്യാമെങ്കിൽ ചെയ്യട്ടെ. എനിക്കും ചെയ്യാമല്ലോ. ടേസ്റ്റ് നോക്കട്ടെ. ഇല്ല ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതെ, ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ കുടിച്ചിട്ട് ആ സ്പൂണല്ലേ വീണ്ടും ഇതിനകത്ത് ഇട്ടേക്കുന്നേ. അപ്പൊ അത് നിങ്ങൾ കഴിക്കാൻ ശരിയല്ല. എടാ ചെറുത്താനെ ഇത്രയും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കയറും. ഒരു കുഴപ്പമില്ല, ഞാൻ ഗുളി കഴിച്ചോളാം. നിങ്ങൾ കഴിച്ചപ്പോൾ ഷുഗർ കയറിയായിരുന്നു? ഞങ്ങൾ ഇത്രയൊന്നും കഴിച്ചില്ല. ആകെ ഒരു ഗ്ലാസ് അടിച്ചിട്ട് അതിനകത്ത് പകുതി അവളുടെ അടുത്ത് ഞാൻ വെച്ചിരിക്കോളൂ. ഞാൻ ഇത്രയും കഴിക്കും, വേണമെന്ന് വെച്ചാൽ ഇനിയും കഴിക്കും. കാര്യം വാശിയുടെ കാര്യത്തിൽ ഞങ്ങൾ കൊടങ്ങാള ഫാമിലി ഒരു ശകലം പോലും പുറകോട്ട് പോകത്തില്ല. മിസ് സംഘങ്ങളിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് തരാതെ കുടിക്കണേന് നിനക്ക് കുഴപ്പമില്ലേ? നിങ്ങൾ കുടിച്ചപ്പോ ഉണ്ടായോ? അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസം വേണ്ട, ഞാൻ നിങ്ങളുടെ കൂട്ടായി നിങ്ങളിലേക്ക് ഇറങ്ങി വന്നു. ശല്യം ചെയ്യായിരിക്കും, ഞാൻ ഒന്ന് കുടിക്കട്ടത്. കൊതി കിട്ടിയ വയറുള്ളതും കുഴപ്പമില്ല, ഞാൻ ചകല ആദ്യമേ കളഞ്ഞു. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും കളഞ്ഞു. ഓം ക്ലീം ക്ലിം 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 കുഴപ്പമില്ല. യോ ഓ വലിയ തുള്ളി പോയി. ഇത്രയത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഷാർജക്ക് ഇത്രയത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും മോൻ കുടിച്ചോ. ഞങ്ങളിനിപ്പോ ഇന്നിപ്പോ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിനക്ക് തരണ്ടല്ലോ. വേണ്ട, കഴിക്കണേ. ആ വലിയ ലെഗ് പീസ് ഒക്കെ ഉണ്ടോ? കഴിക്കണേ. ഓ ഒത്തുമോളെ, നീ വരെ ഒരു നിമിഷം രണ്ടാളങ്ങനെ ഒഴിവാക്കിയിട്ട് ചാർജ് കൊടുത്തു. തരാന്ന് നിന്നോട് മലയാളത്തിൽ പറഞ്ഞതല്ലേ? ഞാൻ തന്നതുമാണേ കുറച്ച്. ഒരു തണുപ്പ്. ഹലോ അയക്കുക. ഏത് ഗ്രൂപ്പിലാ ഇടേണ്ട? ഒഫീഷ്യൽ ഗ്രൂപ്പ് അല്ലേ? ആ ആ ഇപ്പൊ അയക്കാം. അമ്മ റൊണാൾഡോ ഛർദിക്കുന്നു. എന്തിനാ? എന്ത് പറ്റേ? പണി നിന്നിട്ട് എന്താ പറ്റിയത്? പണി എന്താ കാര്യം? നിങ്ങൾ രാവിലെ വയറിറച്ച് ഷാർജ് കുടിച്ചല്ലോ, പിന്നെ എന്റെ ഷാർജയ്ക്ക് കൊതി വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നിന്റെ ഷാർജയ്ക്ക് ആര് കൊതി വിട്ട്? നിങ്ങളെ കാണിച്ച് ഷാർജ് കുടിച്ചപ്പോൾ ഇങ്ങനെ ഒരു പണി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് കൊതി ആയില്ലല്ലോ. എനിക്ക് കൊതിയായി, വയറ് പെരുകി. 2 മാസം മുമ്പ് വരെ കഴിച്ചത് മൊത്തം പോയി. ഓ ഇത് അതിന്റെ ഒന്നല്ല, വേറെ വല്ലതായിരിക്കും. നീ പുറത്തുനിന്ന് വല്ലതും കഴിച്ചായിരിക്കും. ഞാൻ പുറത്ത് നിന്ന ദിവസം ഒന്നും കഴിച്ചില്ല.
ഈ ഷാർജ മാത്രമേ കുടിച്ചുള്ളൂ. എന്നാ അങ്ങനെയാണെങ്കിൽ നീ ആ ഷാർജ മേടിച്ച കടയിൽ ചെന്ന് ചോദിക്ക്, പൊട്ട ഷാർജയും കുടിച്ചോണ്ട്. അല്ല ആവശ്യം ഷാർജ കടയിലൊന്നും അല്ല, നിങ്ങളുടെ അടുക്കള വെച്ചാ ഉണ്ടാക്കി കഴിച്ചത്. അതിന് അടുക്കളയിൽ വെച്ചോ? നിങ്ങള് എനിക്ക് ഷാർജ തരാന്നപ്പോ ഞാൻ വാശിക്ക് നേരെ ലില്ലിപ്പണ്ണിന്റെ അടുക്കളയിൽ പോയി. അവിടെ ചെന്നപ്പോ അവിടെ പാലും കുന്തോന്നല്ല, ആ ഒരു ഇച്ചിരി ഊസേ കിട്ടിയുള്ളൂ. അത് എടുത്തോണ്ട് വന്ന് നിങ്ങളുടെ അടുക്കളയിൽ വന്ന് ഉള്ള പഴം എടുത്ത് ആ ഫ്രിഡ്ജിൽ ഇരുന്ന പാലും എടുത്ത് ഞാൻ ഷാർജ അടിച്ചു കുടിച്ചു. നിങ്ങളുടെ കൊതി വെട്ടിയ അവസ്ഥ. ഫ്രിഡ്ജിൽ പാലില്ലല്ലോ. ആര് പറഞ്ഞു? ഒട്ടിക്കാത്ത ഒരു പാലിരിപ്പോ അടുത്തടിച്ചു. കളയാൻ വെച്ചിരുന്ന പാലാണ്, 2-3 ആഴ്ച പഴക്കമുള്ളത്. അത് നിന്നോട് ആരെടുക്കാൻ പറഞ്ഞു റൊണാൾഡേ? 2-3 ആഴ്ച പഴക്കമുള്ളതോ? വൈകിട്ട് കളയാന്ന് വെച്ചാൽ അതിന്റെ അകത്ത് വെച്ചിരുന്നേണ്. കളയാൻ വെച്ച് സാധനങ്ങൾ കളയാൻ എടുത്ത് എന്തിനാ സൂക്ഷിക്കാതെ? നിങ്ങളുടെ ഫ്രിഡ്ജ് എന്തുവാ മ്യൂസിയം? ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നാൻ മേടിക്കും. നീ ആരാ? നിനക്ക് ഞാൻ ഭയം. ഛർദിച്ചോ? തടവി തരാം. ഇങ്ങനെ കാണിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കി തരുന്ന മലയാളത്തിലല്ലേ പറഞ്ഞ നിന്നോട്? ഷാർജയുള്ളത് അബുദാബി വഴിക്ക് ദുബായ് വരെ എത്തി. ഓക്കേ. Aliens.